മന്ദാന്തോളിതഹേമകുണ്ടലമണി ശോണപ്രഭാമണ്ഡലം കാഞ്ചീദാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബി പ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണാശരണം. ശ്രീപാർത്ഥസാരഥയേ ശരണം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹരിയും. ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ് നമ്മൾ കേട്ടുള്ള അല്ലേ, മഹാത്മാക്കളുടെ വചനമാണ് അത്. അപ്പം മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട 30 തരം ധർമ്മത്തിനെയാണ് ഈ 16-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ദേവ അസുര ഭാവങ്ങൾ അഥവാ ദേവ അസുര സമ്പദ് വിഭാഗങ്ങൾ എന്നുള്ളത് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് ഭാഗവതത്തിലുണ്ട്. ഭാഗവതത്തിൽ 7-ാമത്തെ സ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ ശ്ലോകം 8 മുതൽക്ക് 12 വരെ നാരദര് യുധിഷ്ഠിരർക്ക് ഇത് ഉപദേശിച്ചിട്ടുണ്ട്. അതിലാണ് 30ഓളം. ഇതിലൊരു 26 ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ 26ഓളം ആണ് പറഞ്ഞിട്ടുള്ളത്. സദ്ഗുണങ്ങൾ ഒരു മനുഷ്യൻ പാലിക്കേണ്ട ഗുണങ്ങൾ, പാലിക്കാൻ പാടില്ലാത്തത് ആസുരികമായിട്ടുള്ളത്, അതുകൊണ്ട് അത് 6 ഉള്ളൂ. 14-ാം അധ്യായമായിട്ടുള്ള ഈ ഗുണത്രയ വിഭാഗ യോഗം ഭൗതിക പ്രകൃതിയായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നെ അല്ലേ. 14-ാമത്തെ ആ അധ്യായത്തിൽ ഗുണത്രയം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഗുണങ്ങളായിട്ടുള്ള രജഗുണം, സത്വഗുണം, അതുമാതിരി തമോ ഗുണം, ഇതിനെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഇത് ഇവിടെയുള്ള ഈ 16-ാമത്തെ അധ്യായത്തിലത്തെ ദേവ അസുര ഗുണങ്ങൾ, അത് ദേവന്മാർക്ക് പറ്റിയ ഗുണങ്ങൾ, ഒരു ജീവാത്മാവിനെ ദേവനാക്കാൻ പറ്റിയ ഗുണം, അസുരനാക്കാൻ പറ്റിയ ഗുണം, ഇത് മനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ജീവൻ്റെ ഗുണങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഗുണങ്ങളെയാണ് ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് 16-ാമത്തെ അധ്യായത്തിൽ. ഇതിൽ ഓരോരുത്തർക്കും നോക്കാം അവനവൻ്റെ ഉള്ളിൽ ഏതെല്ലാം ഗുണങ്ങളാണ്. ആസുരിക ഗുണങ്ങൾ എത്ര ഉണ്ട്? 2 ഗുണങ്ങളും എല്ലാ ജീവാത്മാക്കളുടെയും ഉള്ളിൽ കാണും. ആസുരിക ഉണ്ടാവും, സാത്വികമായിട്ടുള്ള അല്ലെങ്കിൽ ദേവി ഗുണം ഉണ്ടാവും. അപ്പോൾ ഇതിലേതാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മളെ തന്നെ ആ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഏത് ഗുണമാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. പിന്നെ ഈ ശ്ലോകം ഒന്നായിട്ട് നമുക്ക് വായിക്കാം. ശ്രീ ഭഗവാനുവാച അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനന്ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം അഹിംസാ സത്യമക്രോധത്യാഗ ശാന്തിർ അപൈശുനം ദയാബോധേഷു അലോലുപ്തം ദമാർദ്ദവം ഹ്രീർ അചാപലം തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ നാധിമാനിത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരത. ദൈവിക ഗുണങ്ങളെയാണ് ഈ 3 ശ്ലോകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഒരു ജീവാത്മാവിനെ ദൈവിക ഭാവത്തിലേക്ക് ദേവനാക്കാൻ പറ്റിയ ഗുണങ്ങളാണ് ഇതെല്ലാം. ശ്രീ ഭഗവാൻ പറയുകയാണ്, അല്ലയോ അർജുന, അഭയം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭയരഹിതമായുള്ള ഒരു ജീവിതം, സ്വയവും അന്യർക്കൊരു ഭീതി ജനിപ്പിക്കാതെ അല്ലെങ്കിൽ അന്യരിൽ നിന്നൊരു ഭയം സ്വീകരിക്കാതെ, അന്യന് നമ്മളും ഒരു ഭയമാവരുത്. അല്ലെങ്കിൽ സമുദായം നമുക്കിൽ പലതും നടക്കുന്നുണ്ടാവും, അതൊന്നും നമ്മളെ ചഞ്ചലമാക്കാതെ അല്ലെങ്കിൽ ഭയഭീതരാക്കാത്ത ഒരവസ്ഥ. പിന്നെ സത്വസംശുദ്ധി, ജീവിതശുദ്ധി എന്ന് പറഞ്ഞാൽ ആത്മശുദ്ധി, മനഃശുദ്ധി. പിന്നെ ജ്ഞാനയോഗ വ്യവസ്ഥിതി, ജ്ഞാനയോഗത്തിൽ നിഷ്ഠ, അധ്യാത്മയോഗത്തിൽ നിഷ്ഠ, ജ്ഞാനസമ്പാദനം, അധ്യാത്മജ്ഞാന സമ്പാദനത്തിൽ നിഷ്ഠയോടുകൂടി. പിന്നെ ദാനം ചെയ്യാനുള്ള മനസ്ഥിതി. ദമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോനിയന്ത്രണം, മനസ്സ് നിയന്ത്രണമായിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ദ്രിയങ്ങളും നിയന്ത്രണത്തിലെത്തിക്കോളും. പിന്നെ യജ്ഞം ചെയ്യുക, ഓരോ വ്യക്തികളുടെയും കർത്തവ്യമാണ് തങ്ങൾ യജ്ഞം ചെയ്യണം. അപ്പം അതിന് പലതരം യജ്ഞങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ഭൂതയജ്ഞമുണ്ട്, അതിഥി യജ്ഞമുണ്ട്, പിതൃയജ്ഞമുണ്ട്, അങ്ങനെ പല ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ നമ്മളെ വേദപുരാണങ്ങളുടെ അധ്യയനം നമ്മൾ ചെയ്യുക, ശാസ്ത്ര അധ്യയനം ചെയ്യുക. തപസ്, ആർജവം, തപസ് എല്ലാവർക്കും അറിയാമല്ലേ. നിഷ്ഠ, നമ്മുടെ ജീവിതത്തിൽ സഹിക്കാനുള്ള ശക്തി, തപിക്കാനുള്ള ശക്തി. തപിച്ചാൽ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു
തപിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് വ്യക്തിത്വം നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. പിന്നെ ആർജവം. ആർജവം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡ്, ലളിതമായിട്ടുള്ള സ്വഭാവം. അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ആരെയും നമ്മൾ ഭീതിപ്പെടുത്താതിരിക്കുക. അത് വെറും ഒരാളെ കൊല്ലൽ മാത്രമല്ലല്ലോ, ഭീതിപ്പെടുത്താതിരിക്കലും വേണം. ഒരാൾക്ക് നമ്മളാൽ നാം ഒരു ഭീതി ആവരുത്. പിന്നെ സത്യമായിട്ടുള്ള പെരുമാറ്റം, സത്യം, മനസ്സാ വാച കർമ്മണം, സത്യമായിട്ട് നമ്മൾ പെരുമാറണം. അക്രോധം. ക്രോധം, കോപിക്കാതിരിക്കുക. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് ഈ ക്രോധമാണ് എന്ന് ഭഗവാൻ ഇതിനു മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ക്രോധമില്ലായ്മ, ത്യാഗശീലം. അത് അവനവന് അത്യന്തം ഇഷ്ടമുള്ള ഒരു വസ്തുവായിരിക്കും, പക്ഷെ അതിന് വേണ്ടിയിട്ട് അതിന് ത്യാഗം ചെയ്യാൻ ഉള്ള ഒരു മനസ്ഥിതി. ശാന്തി, ബാഹ്യ ആന്തരികമായിട്ടുള്ള ശാന്ത സ്വഭാവം. അപൈശുനം. അപൈശുനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പരനിന്ദ, ഒട്ടും ഇഷ്ടമില്ലായ. അങ്ങനെ ആരെങ്കിലും നിന്ദിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടും ഇഷ്ടക്കേട് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ശ്രദ്ധ ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ലാത്ത അവസ്ഥ. ബോധേഷു ദയ. ജീവജാലങ്ങളിൽ ദയ, ജീവജാലങ്ങളോട് ദയ. അത് ഏത് ജീവജാലമായിക്കോട്ടെ അതിനോട് ദയ. മനുഷ്യർ മാത്രമല്ല. അലോലുപ്ത എന്ന് പറഞ്ഞാൽ ദുരാഗ്രഹമില്ലാതെ, അന്യൻ്റെ വസ്തുക്കൾ എനിക്ക് വേണം എന്നുള്ള ആ വിചാരമില്ലായ അലോലുപ്തം എന്ന് പറഞ്ഞാൽ ദുരാഗ്രഹമില്ലായ്മ. മാർദ്ദവം, മൃദുലമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, സംസാരം, നോട്ടം മുതൽക്ക് എല്ലാം മൃദുലമായിട്ടുള്ളത്, അന്യനെ സാന്ത്വനപ്പെടുത്താനുള്ളത്. ഹ്രീ എന്ന് പറഞ്ഞാൽ ഹ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലജ്ജ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് ലജ്ജ തോന്നും. ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ അല്ലെങ്കിൽ ആ കാര്യം സമുദായം സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത അല്ലെങ്കിൽ സമുദായ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ലജ്ജ. മോഷണം, വ്യഭിചാരം, അങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ അചാബലം, ചാപല്യഹീനത. ചാപല്യമില്ല, മനസ്സിന് ചാഞ്ചല്യം ഇല്ലാണ്ട്, സ്വഭാവത്തിൽ ചാഞ്ചല്യം ഇല്ലാണ്ട് സ്ഥിരമായിട്ടുള്ളത്. ഒരു നിർണയം എടുത്തു കഴിഞ്ഞാൽ അത് ആ നിർണയത്തിൽ ഉറച്ചു നിൽക്കുക, സ്ഥിരമായിട്ടുള്ള ആ സ്വഭാവം. പിന്നെ ഇത്രയൊക്കെ ആണെങ്കിൽ തേജസ് തന്നെ ഉണ്ടാവും അല്ലേ? ആ വ്യക്തിക്ക് ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടാവും. മൂത്ത് നോക്കിയാൽ ആർക്കും ഒരു തേജസ്സുള്ള സ്വഭാവമായിട്ട് തോന്നും. ക്ഷമ വേണം. ധൃതി എന്ന് പറഞ്ഞാൽ, ധൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിശക്തി എന്നും നമുക്ക് പറയാം, അല്ലെങ്കിൽ നിർഭീകത, അല്ലെങ്കിൽ നല്ല ബുദ്ധിശക്തി, ധൈര്യമായിട്ട് നിൽക്കാൻ. ബുദ്ധിയുള്ളവർക്കല്ലേ ധൈര്യമായിട്ട് നിൽക്കാനും പറ്റുള്ളൂ അല്ലേ? പിന്നെ ശൗചം എന്ന് പറഞ്ഞാൽ ആന്തരിക മാനസികമായിട്ടുള്ള ശൗചം, ശുചി, വിശുദ്ധി. അദ്രോഹം, ആരെയും ദ്രോഹിക്കാതിരിക്കുക. പിന്നെ അതിമാന്യത, തന്നെ എല്ലാവരും മാനിക്കണം എന്നുള്ള ആ വിചാരമില്ലായ, അല്ലെങ്കിൽ എല്ലാവരുടേതും ബഹുമാനം കിട്ടാനുള്ള ആർത്തി ഉണ്ടാവാണ്ടിരിക്കുക. അല്ലയോ അർജുന, ഇതെല്ലാമാണ് ദേവീ സമ്പദം അഭിജാതസ്യ ഭവന്തി. ഇതാണ് ദൈവിക ഗുണത്തോടെ കൂടി ജനിച്ചവർക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങൾ. ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ ഈ സമ്പാദ്യം എന്ന് പറഞ്ഞത് നമ്മുടെ സ്വഭാവം തന്നെയാണ്, നമ്മുടെ ഗുണങ്ങളാണ് നമ്മുടെ സമ്പാദ്യം. അപ്പോൾ ഭഗവാൻ പറയണത് ഇങ്ങനത്തെ ദൈവിക സമ്പത്തുകളോടുകൂടെ, ദൈവിക ഗുണങ്ങളോടുകൂടെ ആരാണോ ജനിച്ചത് അവനാണ് സമ്പത്തുള്ള വ്യക്തി എന്നാണ് പറയണത്. ഇപ്പോൾ പരമദിവ്യ ഉത്തമ പുരുഷനായുള്ള ഭഗവാൻ പറയാണ്, അല്ലയോ അർജുന, നിർഭയത, പിന്നെ വ്യക്തിത്വ ശുദ്ധി, പിന്നെ ആധ്യാത്മിക ജ്ഞാനം നേടാനുള്ള അല്ലെങ്കിൽ അതിനെ പ്രാപ്തി ചെയ്യാനുള്ള ആ നിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുക. ദാനം കൊടുക്കാനുള്ള ആ മനസ്ഥിതി ഉണ്ടാവുക. പിന്നെ ആത്മനിയന്ത്രണം ഉണ്ടാവുക. ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെയൊക്കെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. യജ്ഞം, വേദപഠനം, തപിക്കാൻ അല്ലെങ്കിൽ സഹിക്കാൻ, സഹനശക്തിക്ക് ഒക്കെ തയ്യാറാവുക. ലളിതമായ ജീവിതചര്യകൾ, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, പരദൂഷണത്തിൽ വെറുപ്പ്, സർവ്വജീവികളോടും കാരുണ്യം, ലോഭമില്ലായ്മ, മൃദുല സ്വഭാവം, വിനയം, സ്ഥിരനിശ്ചയം, തേജസ്, ക്ഷമ, ധൈര്യം, ശൗചം, അസൂയാരാഹിത്യം, ബഹുമതിക്കുള്ള ആർത്തി ഇല്ലായിരിക്കുക. ഇതെല്ലാം ബഹുമാനിക്കണമല്ലേ എന്നെ എല്ലാവരും എന്നുള്ള ആ വിചാരമില്ലായിരിക്കുക. ഇതെല്ലാണ് ദിവ്യപ്രകൃതിയാൽ അനുഗ്രഹീതരായിട്ടുള്ള ദൈവിക ഗുണമുള്ളവരുടെ ഗുണങ്ങൾ എന്നാണ് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ദംഭോ ദർഭോഭിമാനശ്ച ക്രോധപാരുഷ്യം ഏവ ച
അജ്ഞാനഞ്ചാഭിജാതസ്യ പാർത്ഥസമ്പദമാസുരീം. ഇനി ആസുര സ്വഭാവമുള്ളവരെ സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് 4-ാമത്തെ ശ്ലോകം പറയുന്നത്. ഹേ പാർത്ഥ, ദമ്പ ദമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹങ്കരിക്കുക. കുറച്ച് അല്പമേ ഉള്ളൂ. ആ അല്പമുള്ളതിനെ വളരെയധികം അങ്ങോട്ട് പെരുപ്പിച്ച് കാണിക്കും, ദമ്പ് കാണിക്കും. അല്പം ഗുണങ്ങളേ ഉള്ളൂ, ജ്ഞാനം കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിനെങ്ങനെ പെരുപ്പിച്ച് കാണിക്കുക. എന്നിട്ട് അതിനെ അഹങ്കരിക്കുക. എൻ്റെ ഈ ഗുണങ്ങളുണ്ട്, എൻ്റെ ആ ഗുണങ്ങളുണ്ട്. സമ്പത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ ആർഭാടം വളരെയധികം ആയിരിക്കും. ഇതൊക്കെ ദമ്പാണ്. ദമ്പ് കാണിക്കുക, പിന്നെ ആ ദമ്പ് കാണിച്ചിട്ട് അഹങ്കരിക്കുക. പിന്നെ ദർപ്പം, ഗർവ് കാണിക്കുക. അപ്പം ദമ്പുണ്ടെങ്കിൽ പിന്നെ ഗർവ് ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. പിന്നെ അഭിമാനം, ആ ദുരഭിമാനം യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല, പക്ഷേ ഉണ്ടെന്ന് അഭിമാനിക്കുക, ദുരഭിമാനം കാണിക്കുക. ക്രോധം, പാരുഷ്യം, പരുക്കനായിട്ടുള്ള പറഞ്ഞാൽ വളരെയധികം റഫായിട്ടുള്ള സ്വഭാവം, പെരുമാറ്റം കാട്ടുക. അജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആത്മാവിൻ്റെ എൻ്റെ ആത്മാവ് ആ പരമാത്മാവിൻ്റെ അംശമാണ് എന്നുള്ള കാര്യത്തിനെ മറന്നിട്ട് ഞാൻ ഈ ശരീരമാണ് എന്ന് അഹങ്കരിക്കുക. ഇതെല്ലാം ആസുരിയും സമ്പദം വിജാതസ്യ, ഇതെല്ലാം ആസുരിക സമ്പത്തുമായിട്ട് ജനിച്ചവരുടെ സ്വഭാവങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെയിലുള്ള സമ്പത്താണ് എന്നാണ് ഭഗവാൻ പറയണത്. പാർത്ഥ, ഗർവം, അഹങ്കാരം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം എന്നിവയാണ് ആസുരിക ഗുണങ്ങള്. ദേവീ സമ്പദ് വിമോക്ഷായ നിബന്ധായ സുരീമത മാശു ച സമ്പദം ദേവീം അഭിജാതോസി പാണ്ഡവ. ദേവീ സമ്പദ് വിമോക്ഷായ, ദൈവികമായിട്ടുള്ള ഈ സമ്പത്തുകൾ അഥവാ അഭൗതികമായിട്ടുള്ള ഈ സമ്പത്തുകൾ മോക്ഷത്തിന് ഹേതുവാണ്. വിമോക്ഷായ, നമുക്ക് മോക്ഷം, ഭഗവത് പ്രാപ്തിക്ക് ഇതെല്ലാം കാരണമാവുന്നു. അല്ലെങ്കിൽ ഇത് നമ്മളെ ഇത്തരം ദൈവിക സമ്പത്ത് മോക്ഷത്തിലേക്ക് നയിക്കണു. ആസുരി സമ്പത്ത്, ആസുരികമായിട്ടുള്ള സമ്പത്ത്, ആസുരിക ഗുണങ്ങള് നിബന്ധായ, നമ്മളെ ബന്ധനത്തിന് കാരണം. ശരീരത്തിൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും പ്രവേശിക്കേണ്ടി വരും. വീണ്ടും മാതാക്കളുടെ ഗർഭങ്ങളിൽ അനേകം പ്രാവശ്യം പ്രവേശിക്കേണ്ടി വരും. എന്നിട്ട് ജനനം മരണമായിട്ടുള്ള ഈ ശരീരത്തിൽ കടന്ന് ബന്ധനസ്ഥനായിട്ട് നരകിക്കേണ്ടി വരും എന്നാണ് ഭഗവാൻ പറയണത്. ഇതിമത, ഇതാണ് എൻ്റെ അഭിപ്രായം. ഹേ പാണ്ഡവ, മാശുച, നീ ദുഃഖിക്കേണ്ട. കാരണം നിനക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. നീ ദൈവിക സമ്പത്തോടുകൂടി ജനിച്ചവനാണ്. നിന്റെ സ്വഭാവത്തിലെ ഒട്ടും ആസുരിക സ്വഭാവമില്ല. അത് കാരണം മാശുച, നീ ദുഃഖിക്കേണ്ട, നീ വിഷമിക്കേണ്ട. ത്വം ദേവീ സമ്പദം അഭിജാത, നീ ദൈവിക സമ്പത്തോട് കൂടിയിട്ട് ജനിച്ചവനാണ്. അഭിജാത സി, ഉൾക്കൊണ്ട് ജനിച്ചവനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭൗതിക ഗുണങ്ങൾ മുക്തി സാധകങ്ങളും ആസുരിക ഗുണങ്ങൾ ബന്ധന അഥവാ പുനരഭിജനനം, പുനരഭിമരണത്തിന് കാരണവുമാണ്. ഹേ പാണ്ഡുപുത്ര, ദൈവിക ഗുണങ്ങളോടെ പിറന്നവനായതുകൊണ്ട് നിനക്ക് ദുഃഖിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് ഭഗവാൻ സമാധാനിപ്പിക്കുകയാണ്. ദൗഭൂത സർഗോ ലോകേസ്മിൻ ദേവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്താസുരം പാർത്ഥ മേ ശൃണു. ഹേ പാർത്ഥ, അസ്മിൻ ലോകേ ദൈവ ആസുര ഏവ ച. ദൗ ഗുണ എന്ന് പറഞ്ഞാൽ 2 ഗുണങ്ങളെയാണ് ഈ ലോകത്തുള്ളൂ. അസ്മിൻ ലോകെ, ഈ ലോകത്തില് ദൈവികമെന്നും ആസുരികമെന്നും ഉള്ള 2 ഗുണങ്ങൾ മാത്രമാണ് ഉള്ളത്. ഭൂതസർഗവും, അങ്ങനത്തെ 2 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഭൂതസർഗം. ഒന്നും അവർ ദൈവിക ഗുണങ്ങളോട് കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ ആസുരിക ഗുണങ്ങളോട് കൂടെ ആയിരിക്കും. അപ്പം ഈ 2 തരത്തിലുള്ള സൃഷ്ടിക്കപ്പെട്ട ജീവികൾ, അഥവാ ഇത് അധികവും മനുഷ്യരിലാണ് നമ്മൾക്ക് അധികം കാണാൻ. മറ്റുള്ള അവരുടെ സഹജമായിട്ടുള്ള ജീവിതമാണ്. ദൈവ വിസ്തരശ പ്രോക്ത, ദൈവികമായിട്ടുള്ള സൃഷ്ടിയെ പറ്റിയിട്ട് ഞാൻ വിസ്തരിച്ച് നിനക്ക് പറഞ്ഞു തന്നു. ആസുരം മേ ശൃണു, ആസുര സൃഷ്ടിയെ പറ്റിയിട്ട്, ആസുര ഗുണങ്ങളെ, ആസുരിക ഗുണങ്ങളെ പറ്റിയിട്ട് നീ എന്നിൽ നിന്ന് കേൾക്കുക. അല്ലയോ പാർത്ഥ, ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും ആസുരം ദൈവികം എന്ന ഈ 2 വിഭാഗത്തിൽ ഉൾപ്പെടും. ഞാൻ ദൈവിക ഗുണങ്ങളെ പറ്റി നിനക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നുവല്ലോ. ഇനി ആസുര ഗുണങ്ങളായവരെ പറ്റി, ആസുരീക ഗുണങ്ങളെ പറ്റിയിട്ട് നിനക്ക് ഇനി വിസ്തരിച്ച് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്.
പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാ ന ശൗചം നാഭിചാചാരോ ന സത്യം ദേഷു വിദ്യതേ. ആസുരാ ജന പ്രവൃത്തി നിവൃത്തിം ച. ആസുര പ്രകൃതികളായിട്ടുള്ള ജനങ്ങൾക്ക് പ്രവൃത്തിം ച നിവൃത്തിം ച ന വിദു, അവർക്ക് ചെയ്യേണ്ടതും അറിയില്ല, അവർക്ക് ചെയ്യാൻ പാടില്ലാത്തതും അറിയില്ല. എന്നാൽ അവര് വിധിയും നിഷേധത്തിനെയും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെ അവർ നിഷേധിക്കണം, അതിനെ അവർ സ്വീകരിക്കണില്ല. ഇത് സമുദായത്തിന് സ്വീകാര്യമായതാണ് വിധി, അല്ലേ? സമുദായം സ്വീകരിക്കുന്നതാണ് വിധി. ആ സമുദായം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത എന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല. മോഷണം അല്ലെങ്കിൽ നുണ പറയുക, ഇതൊന്നും സമുദായം സ്വീകരിക്കുന്ന കാര്യമല്ല. പക്ഷേ അവർക്ക് അതിനെ പറ്റിയിട്ടൊന്നും യാതൊരു കുഴപ്പമില്ല. തേഷു ശൗചം ന വിദ്യതേ, അത്തരക്കാരില് വിധി നിഷേധങ്ങളെ മാനിക്കാത്തവരില് ശൗചം ന വിദ്യതേ, അവരിൽ ശുദ്ധി ഉണ്ടാവില്ല. അവരുടെ ഒരു പെരുമാറ്റത്തിലോ പ്രവൃത്തികളിലോ സ്വഭാവത്തിലോ ഒന്നിലും അവർക്ക് ശുദ്ധി ഉണ്ടാവില്ല. മനഃശുദ്ധി ഉണ്ടാവില്ല, വാച്യശുദ്ധി ഉണ്ടാവില്ല, കർമ്മശുദ്ധി ഉണ്ടാവില്ല. കാരണം മനസ്സ് ശുദ്ധമല്ലെങ്കിൽ വാക്കുകൾ ശുദ്ധമാവില്ല, വാക്ക് ശുദ്ധമല്ല അപ്പൊ കൂട്ടത്തില് ചെയ്യണ കർമ്മങ്ങൾ ശുദ്ധമാവില്ല. അഭിന സത്യം എന്നുവെച്ച, അപ്പൊ അവർക്ക് ഒട്ടും തന്നെ ആചാരവും ശുദ്ധമാവില്ല, അവർക്ക് സദാചാരവും ഉണ്ടാവില്ല, അവർക്ക് സത്യവും ഉണ്ടാവില്ല. അവർ സത്യത്തിലുള്ള സംസാരമില്ല, സത്യമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയണത്. അവർക്ക് ചെയ്യേണ്ടത് എന്താണെന്നോ ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നോ ഈ ആസുര സ്വഭാവികൾക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധിയോ നല്ല പെരുമാറ്റമോ സത്യസന്ധതയോ അവർക്കുണ്ടാവില്ല, അവർക്കില്ല, അവരുടെ സ്വഭാവത്തിലില്ല അത്. അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംബോധം കിം അന്യത് കാമഹൈതുകം. അപ്പൊ ഈ നിരീശ്വരവാദികളായിട്ടുള്ള നാസ്തികരായിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. തേ ജഗത് അസത്യം അപ്രതിഷ്ഠം. അവരെന്താ പറയുക? തേ അവര് ജഗത്, ഈ ജഗത്ത് സത്യരഹിതമാണ്, അവര് സ്വയം സത്യരഹിതരാണ്. അപ്പോൾ അവരെങ്ങനത്തെ സ്വഭാവമാണ്, അതാണ് എല്ലാവരെയും പറ്റിയിട്ട് അവർ ചിന്തിക്കുക. ഒരാൾ മോഷ്ടാവാണ്, എന്താ വിചാരിക്കുക? എല്ലാവരും മോഷണം ചെയ്യണം ആരാണെന്ന് വിചാരിക്കുക, അല്ലേ? അപ്പൊ അവര് ഈ ലോകം മുഴുവനുള്ളവരും സത്യരഹിതരാണ്, ഇവരൊന്നും സത്യം ചെയ്യണില്ല, സത്യത്തിൽ പെരുമാറണില്ല. അപ്രതിഷ്ഠം, ഇതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നാണ് അവർ പറയുക. ഇതൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് പ്രകടമായതാണ്. ഇതിനൊന്നും അടിസ്ഥാനമില്ല, ഈശ്വരനില്ല. പിന്നെ ഈശ്വരനാണല്ലോ എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ഈശ്വരനില്ല, ഈശ്വരനെ വിശ്വസിക്കുന്നില്ല, അതന്നെ ഈശ്വരനില്ലാത്തതാണ്, ഇതിനൊന്നും അടിസ്ഥാനമില്ലാത്തതാണ്, ഈശ്വരനും ഇല്ലാണ് എന്ന് അവർ പറയുന്നു. കാമഹേതുകം, ഇത് കാമഹേതുവായിട്ടാണ് എന്ന് പറഞ്ഞാൽ കാമവാസന കാരണമാണ് ഈ ജഗത്ത് പ്രകടമായിട്ടുള്ളത് എന്നാണ് അവര് പറയുക. അപരസ്പര സംഭൂതം കിം അന്യത്. അപ്പൊ ഇത് അന്യോന്യം സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സംയോഗം കാരണം, വാസന കാരണം, സ്ത്രീ പുരുഷന്മാരുടെ സംയോഗം കാരണമാണ് ഇങ്ങനെ ഒരു ജഗത്ത് അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ പ്രാകട്യം ഉണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് വേറൊരു കാരണം ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഓരോ ജീവന്റെയും ആ പ്രാരബ്ധാണ് അവരെ ജന്മെടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാക്കണം, അല്ലേ? അപ്പം അവരുടെ ഈ ആസുരിക സ്വഭാവമുള്ളവരുടെ അവരുടെ ചിന്താഗതി എന്താണ്? ഈ പ്രപഞ്ചം അസത്യമാണ്, അടിസ്ഥാനരഹിതമാണ്, അതിന് നിയന്താവായിട്ടൊരു ഈശ്വരനൊന്നുമില്ല, ഇതിന് അടിസ്ഥാനം ഒന്നുമില്ല എന്നാണ് അവർ പറയുക. വെറും കാമവാസന മാത്രമാണ് ഇതിൻ്റെ ഉൽപ്പത്തി കാരണമെന്നും ഇവിടെ കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ട് ഇല്ല എന്നുമാണ് അവര് പറയുക. എല്ലാവർക്കും അറിയാം, ശാസ്ത്രം പഠിച്ചവർക്കൊക്കെ അറിയാം, ശാസ്ത്രങ്ങൾ എന്താ പറയണത്? ഒരു ജീവാത്മാവിൻ്റെ പ്രാരബ്ധമാണ് അതിനെ ശരീരം സ്വീകരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നത്, എടുക്കേണ്ടി വരുന്നു ആ പ്രാരബ്ധങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. ഏതാ ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയ പ്രഭവന്ത്യുഗ്രകർമാണ ക്ഷയായ ജഗതോ അഹിത. ഏതാ ദൃഷ്ടിം അവഷ്ടഭ്യ, ഏതാ ദൃഷ്ടി, ഈ ദൃഷ്ടിയെ ആശ്രയിച്ചിട്ട്,
ഇതിൻ്റെ മുമ്പ് പറഞ്ഞ ശ്ലോകത്തിൻ്റെ ആ ആ ആ വീക്ഷണകോണത്തിനെ ആശ്രയിച്ചിട്ട് അപ്പം അവരാരാവും? നഷ്ടാത്മന, അവർക്ക് നഷ്ടാത്മാക്കളാവും. നഷ്ടാത്മാക്കളാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും അവരുടെ അധോഗതിയിൽ അവരുടെ ജീവിതം അധോഗതിയിലേക്ക് പോവും. കാരണം വീണ്ടും വീണ്ടും അവർക്ക് പക്ഷി മൃഗാദികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിലും തരം താഴ്ന്ന യോനികളിൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പം നഷ്ടാത്മാവാണ്. ആത്മാവിൻ്റെ ലാഭം എന്താണ്? അതിന് മോക്ഷം കിട്ടലാണ് ആ ജീവാത്മാവിൻ്റെ ഒരാത്മാവിൻ്റെ ലാഭം നേടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അത് എത്തുക, അഥവാ ഭഗവത് പ്രാപ്തി നേടുക. പക്ഷേ ഇത് നഷ്ടാത്മാവാണ്. വീണ്ടും 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 ഇതിന് ജനിക്കേണ്ടി വരും. അപ്പോൾ നഷ്ടാത്മാക്കളാവണോണ്ട് ആവണത് എന്തുകൊണ്ടാണ്? അല്പബുദ്ധയ, അവർ അല്പബുദ്ധികളാണ്. തൽക്കാലത്തിൻ്റെ കാര്യത്തിന് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. നിരീശ്വരവാദികളാവുമ്പോൾ അവർക്ക് മുന്നോട്ടുള്ള ജന്മം, അടുത്ത ജന്മം അല്ലെങ്കിൽ പരലോകത്തിനെ പറ്റി ചിന്തയില്ല. അപ്പോൾ അവർ അല്പബുദ്ധികളാണ്, ഉഗ്രകർമാണുകളാണ്. കാരണം അവർ ഉഗ്രമായ കർമ്മങ്ങൾ ചെയ്യും. ഹിംസാത്മകമായ കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയില്ല. എത്ര വലിയ ഹിംസ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയില്ല. അഹിത, അവർ ഹിതകാരികളല്ല. അവർ ഈ ജഗത്തിന് ഹിതമായിട്ടുള്ള കാര്യങ്ങളല്ല അവർ ചെയ്യുക. അവർ ഹിതകാരികളല്ലാത്തവരാണ്. ജഗതക്ഷയായ പ്രഭവന്തി, അവരെ ഈ ലോകത്തിൻ്റെ ക്ഷയത്തിന്, നാശത്തിന്, ഇതിനെ ദ്രോഹിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ ലോകത്തിനെയും ലോകരെയും എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ കഷ്ടപ്പെടുത്താം, ഇതാണ് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. നമ്മൾ എത്രയോ കേൾക്കണ്ട അല്ലേ, ഉഗ്രവാദികൾ എന്നുള്ളവർ എത്ര അന്യരെ ദ്രോഹിക്കണു, എത്ര ആളെ വധിക്കണു. ഈ നിഗമനങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആ വീക്ഷണകോണത്തിനെ പിന്തുടർന്നിട്ട് അപ്പോൾ അവർ വീണ്ടും കൂടുതൽ 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 ആത്മനഷ്ടം അവർക്ക് വരും. അവർ നിമ്ന യോനികളിൽ പോയി ജനിക്കേണ്ടി വരും. ആസുരികന്മാരുമായിട്ടുള്ള അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായിട്ടുള്ള കൊടും കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു എന്നാണ് ഭഗവാൻ പറയണത്. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിത മോഹാഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തെ അശുചിവ്രത. ദുഷ്പൂരം കാമം ആശ്രിത്യ, ദുഷ്പൂരം എന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമാക്കാൻ സാധ്യമല്ല. അവർക്ക് എത്ര അവരുടെ കാമനകളെ അല്ലെങ്കിൽ അവരുടെ കാമവാസനയെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അതിനെ പൂർണ്ണമാക്കാൻ സാധ്യമല്ല. കാരണം അവർക്ക് എല്ലാ സമയത്തും അവരുടെ ഉള്ളിൽ കാമനകൾ മാത്രമാണ്. അങ്ങനത്തെ നിറവേറ്റാൻ സാധിക്കാത്ത പൂർത്തീകരിക്കാൻ പറ്റാത്ത കാമവാസനകളെ അതിനെ ആശ്രയിച്ചിട്ട് ദമ്പമാനമദാന്വിതം, അവർ ദമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ആ ദമ്പ്, അഭിമാനം, മതം ഇതൊക്കെ ഉള്ളവരായിട്ട് മോഹാത് അസഗ്രഹാൻ, മോഹാത്മന ആ സംഭ്രാന്തരായിട്ട് മോഹത്തിൽ പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബോധം തന്നെ അവർക്ക് നഷ്ടപ്പെട്ട മാതിരി, അത്രയും മോഹം കൊണ്ട് അല്ലെങ്കിൽ ആ ആസക്തി കൊണ്ട് അവരെല്ലാം സംഭ്രാന്തരായിട്ട് അസദ്ഗ്രഹാൻ, ആ നശ്വരമായിട്ടുള്ള വസ്തുക്കളെ, സമ്പത്ത്, വീട്, ഇങ്ങനെ അത് നശ്വരമായിട്ടുള്ളതാണ് അല്ലേ, ആ നശ്വരമായ വസ്തുക്കളെ ഗ്രഹീത്വ സ്വീകരിച്ചിട്ട് അശുചിവ്രത പ്രവർത്തന്തേ. അശുചിവ്രത, അവർക്ക് എല്ലാ സങ്കല്പങ്ങളും അശുദ്ധമാണ്. കാരണം അവർക്ക് അന്യൻ്റെ വസ്തുക്കൾ തട്ടിപ്പറിക്കണം, അതെടുക്കണം, അത് അവനെ അങ്ങനെ പറ്റിക്കണം, ഇതൊക്കെയുള്ള അവരുടെ മനസ്സിൽ. അപ്പം അശുദ്ധ സങ്കല്പനിഷ്ഠരായിട്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അടക്കാനാവാത്ത കാമനകൾ അല്ലെങ്കിൽ കാമവാസന കൊണ്ട് എപ്പോഴും കാമവാസനയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് എത്രയായാലും അവരുടെ ആ മനസ്സിൻ്റെ കാമവാസനകൾ തീർക്കാൻ പറ്റില്ല. ദമ്പം, അല്പമുള്ളതിനെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കണ ദുരഭിമാനികളായിട്ടുള്ള അത്തരക്കാര് വ്യാമോഹിതരായിട്ട് അസുര സ്വഭാവികളായിട്ട് ക്ഷണികമായതിൽ താൽക്കാലികമായ സുഖം, താൽക്കാലികമായിട്ടുള്ള ലാഭങ്ങളെ ഇതിൽ ആസക്തരായിട്ട് ആകർഷകരായിട്ട് വീണ്ടും വീണ്ടും വൃത്തിഹീനമായ കർമ്മങ്ങൾ ചെയ്തു വരും. വൃത്തിഹീനമായ കർമ്മങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ അധോഗതിയിലേക്ക് കൊണ്ടുപോകണത് ഏതാണതെല്ലാം? മദ്യപാനം അല്ലേ, വ്യഭിചാരം, ചൂതുകളി, പിന്നെ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുക, പിന്നെ അങ്ങനത്തെ അശുചിയായിട്ടുള്ള കാര്യങ്ങളിൽ ഇവരെപ്പോഴും വ്യാപൃതരാവും. ചിന്താം അപരിമേയാഞ്ച പ്രളയാന്താമുപാശ്രിത കാമോപഭോഗപരമായേതാവത് ഇതി നിശ്ചിത.
ആസുരി ഗുണങ്ങളുമായിട്ടുള്ള സ്വഭാവമാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ നമുക്കറിയാനുള്ളത്. അപ്പം അടുത്ത ശ്ലോകം കൂടി നമുക്ക് പറയാം. ഈ രണ്ട് ശ്ലോകങ്ങളും ആസുരിക സ്വഭാവമുള്ളവരുടെയാണ് ഗുണങ്ങളെയാണ് കാട്ടി തരുന്നത്. ആശാപാശശതേർബദ്ധ കാമക്രോധപരായണ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ചയാൻ. കാമോപഭോഗപരമാ, കാമോപഭോഗങ്ങൾ, ഇന്ദ്രിയ തൃപ്തി തന്നെയാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്ന് കരുതുന്നവരായിട്ട്, എൻ്റെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തരാക്കുക, എൻ്റെ ശരീരത്തിനെ എപ്പോഴും സുഖലോലുപനാക്കി വയ്ക്കുക, ഇതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്നാണ് അവർ കണക്കാക്കുന്നത്. ഏതാവധി ഇത്രയും മാത്രമേ സാധിക്കാനുള്ളൂ എന്നാണ് അവർ നിശ്ചയിക്കുക. അങ്ങനെ നിശ്ചയിച്ചിട്ട് പ്രളയാന്താം അപരിമേയാം ച, പ്രളയം വരെ, അഥവാ പ്രളയം എപ്പോഴാണ് വരിക? ഓരോ ശരീരത്തിൻ്റെ അവസാനം അതിൻ്റെ പ്രളയമായി, അത് വീണ്ടും ലയിച്ചു പോവാണ് എന്തിൽ? ഈ പഞ്ചഭൂതങ്ങളിൽ. അപ്പം അതിനെ ഒരു പ്രളയം തന്നെ വേണം നമ്മൾ പറയാൻ. അപ്പം ആ മരണം വരെ നീളുന്നതും അപരിമേയാഞ്ച, അളവില്ലാത്തതുമായ ചിന്താം ഉപാസിത, ചിന്തകളെ, എപ്പോഴും, കാരണം ഈ ലോഭികളായവർക്ക് എപ്പോഴും ചിന്ത തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പം അങ്ങനത്തെ ആ ചിന്തകളെ ഉപാസിച്ചവരായിട്ട് അഥവാ ആശ്രയിച്ചവരായിട്ട് ആശാപാശതേർ ബദ്ധ, ആശാപാശങ്ങളിൽ, ആശകളാകുന്ന പാശങ്ങളിൽ കുരുങ്ങിക്കിടന്ന ബന്ധനസ്ഥരായിട്ട് അവർ ആയിരക്കണക്കിന് വേണമെങ്കിൽ പറയാം, 100 ഇവിടെ ശതം എന്ന് പറഞ്ഞു, പക്ഷെ ആയിരക്കണക്കിന് ആഗ്രഹങ്ങൾ അവരെ കെട്ടിട്ടിരിക്കുകയാണ്. അതിൽ ബന്ധനസ്ഥരായിട്ട് കാമക്രോധപരായണ, അങ്ങനത്തെവർക്ക് ആശാപാശത്തിൽ കെട്ടിക്കിടക്കണവർക്ക് എന്താവും? അവരുടെ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ അവർക്ക് ക്രോധം വരും അല്ലേ? അപ്പം അങ്ങനെ ആ കാമക്രോധപരായണരായിത്തീർന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരെ കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയാൻ ഈ ഹന്തേ, അവര് കാമഭോഗാർത്ഥം, കാമഭോഗത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, പല കാമനകളിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അന്യായം ആയിട്ടുള്ള സമ്പത്ത്, ന്യായം കൂടാതെ, എന്നാൽ മോഷണം അല്ലെങ്കിൽ ചൂതുകളി, അന്യായമായിട്ട് എപ്രകാരം സമ്പത്ത് സമ്പാദിക്കാൻ പറ്റുമോ ഇത് അവർ സമ്പാദിക്കണു, അങ്ങനെ ആഗ്രഹിക്കണു. ഈ ഹന്തെ അവർ ആഗ്രഹിക്കണു, സമ്പാദിക്കുകയും ചെയ്യണു, അങ്ങനെ സമ്പാദിക്കാൻ വീണ്ടും സമ്പാദിക്കാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യേണ്ട. അപ്പം ഇന്ദ്രിയ സന്ദർപ്പണമാണ്, ഇന്ദ്രിയ തൃപ്തിയാണ് മാനുഷിക സംസ്കാരത്തിൻ്റെ പ്രധാന ആവശ്യം എന്നാണ് അവരുടെ ചിന്താഗതി. അപ്പം അക്കാരണത്താൽ ജീവിത അവസാനം വരെ അവർ അളവറ്റ വ്യാകുലതയോടെ കഴിഞ്ഞുകൂടേണ്ടതായി വരുന്ന ഒരു ചിന്ത അവരുടെ മനസ്സിൽ നിന്ന് ചിന്ത പോയ നേരം ഉണ്ടാവില്ല. അനേകായിരം ആഗ്രഹങ്ങളുടെ വലയിൽ അകപ്പെട്ടിട്ട് അവർ കാമക്രോധങ്ങൾക്ക് അധീനരായിട്ട് സുഖഭോഗങ്ങൾക്കായി അന്യായമായിട്ട് എങ്ങനെയായാലും വേണ്ടില്ല, അവർ ഏത് തരത്തിലായാലും വേണ്ടില്ല, അവർക്ക് സമ്പത്ത് കിട്ടിയാൽ മതി. മനുഷ്യനെ ഒരാളെ കൊന്നാലും വേണ്ടില്ല, മോഷ്ടിച്ചാലും വേണ്ടില്ല, എനിക്ക് സമ്പത്ത് കിട്ടണം എന്നുള്ള ഏക ചിന്താഗതിയാണ് ഇക്കൂട്ടർക്ക് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി ആസുരഗുണികളുടെ മനോവ്യാപാരങ്ങളെയാണ് 3 ശ്ലോകങ്ങളും കൂടെ പറയുന്നത്. അവരെന്തെല്ലാം വ്യാപാരങ്ങളാണ് അവരുടെ നിൽക്കുക, മനക്കോട്ടകളാണ് അവർ കെട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതമദ്യമയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തീത അഭിമേ ഭവിഷ്യതി പുനർധനം അസൗ മയാ ഹതശത്രു ഹനിഷ്യേ ച അപരാനഭി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോപി ജനവാനസ്മി കോന്യോസ്തി സദൃശോ മയാ യക്ഷേ ദാസ്യാമി മോദിഷ്യ ഇത്യാജ്ഞാന വിമോഹിത. ഇത് എല്ലാം അവരുടെ ഓരോ മനക്കോട്ടകളാണ്, അല്ലെങ്കിൽ മനോവ്യാപാരങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്യമയ ഇമം ലബ്ധം, അദ്യമയ ഇന്ന് എന്നാൽ ഇത്രയും സമ്പത്ത് ഞാൻ സമ്പാദിച്ചു. ലബ്ധ, എനിക്കിന്ന് ഇത്രയും സമ്പത്ത് കിട്ടി. ഇതം ധനം, ഈ ധനം ഇത്ര, എനിക്ക് എൻ്റെ കയ്യിൽ ഇത്ര സമ്പത്തുണ്ട്, ഇത്ര സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട് പറയും. പുനഃ ഇതം ധനം അഭി മേ ഭവിഷ്യതി, ഞാൻ ഇനി ഇതിലധികം ധനം ഭാവിയിൽ ഇനി സമ്പാദിക്കും എന്നാണ് അവർ പറയുക. അസൗ ശത്രുമയാ ഹത, ഇതാ ഇന്ന് ഞാൻ ഇത്ര ശത്രുക്കളെ വധിച്ചു, ഇനി നാളെ ഞാൻ ഇതിലധികം ശത്രുക്കളെ വധിക്കും. ഹനിഷ്യേ, ഞാൻ ഇനി വീണ്ടും അന്യ ശത്രുക്കളെയും കൂടി ഞാൻ വധിക്കും എന്നാണ് അവർ മനക്കോട്ട കെട്ട. അഹം ഈശ്വര, ഞാൻ ഈശ്വരനാണ്, ഞാൻ എല്ലാറ്റിൻ്റെ അധിപതിയാണ്, ഞാൻ എല്ലാറ്റിൻ്റെ യജമാനാണ്. അഹം ഭോഗി, ഞാൻ ഭോഗങ്ങൾ അനുഭവിക്കുന്നവനാണ്, ഞാൻ
സമ്പാദിക്കും, ഞാൻ അതിനെ സുഖമായിട്ട് ഉപഭോഗം ചെയ്യും. അഹം സിദ്ധ, ഞാൻ സിദ്ധനാണ്, ഞാൻ കൃതകൃത്യനാണ്, ഞാൻ എല്ലാം കൊണ്ടും വളരെയധികം ആഢ്യനാണ്, ബലവാനാണ്. അഭിജനവാൻ അസ്മി, ഞാൻ കുലീന കുടുംബത്തിലാണ്. അല്ലേ, കുടുംബത്തിനെ പറ്റിയിട്ടുള്ള ആ കുലീനതയെ പറ്റി അവർക്ക് അഹങ്കാരാണ്. മയാ സദൃശ അന്യകോ ക, എനിക്ക് തുല്യനായിട്ട് അന്യനായിട്ട് ആരുണ്ട്? കാസ്തി, ആരുണ്ട്? യക്ഷേ, ഞാൻ യാഗങ്ങൾ ചെയ്യും, ഞാൻ ദാസ്യാമി, ഞാൻ ദാനങ്ങൾ ചെയ്യും. മോദിഷ്യേ, ഞാൻ സന്തോഷിക്കും. ഇതി തേ അജ്ഞാന വിമോഹിത, എന്നിങ്ങനെ അവര് അജ്ഞാനത്താൽ വ്യാമോഹിതരായിത്തീർന്നു. ഇതുകൊണ്ടൊന്നും അവർക്ക് ലാഭമില്ല അവരുടെ ആത്മാവിന്. കാരണം ഇതെല്ലാം അന്യരെ കാണിക്കാൻ വേണ്ടിയിട്ട്, വെറുതെ അന്യരുടെ പ്രശംസ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പം ആസുര സ്വഭാവിയായിട്ടുള്ള വ്യക്തി എന്താണ് വിചാരിക്കുക? ഇന്ന് എനിക്ക് ഇത്രയേറെ ധനം ഞാൻ സമ്പാദിച്ചു, നാളെ ഞാൻ ഇതിലധികം സമ്പാദിക്കും, ഇത്രയേറെ അധികം ഞാൻ ധനവാനാണ്, ഞാൻ ഭാവിയിൽ ഇത്ര ശത്രുക്കളെ ഇന്ന് ഞാൻ കൊന്നു, ഞാൻ ഭാവിയിൽ ഇതിലും അധികം ശത്രുക്കളെ ഞാൻ വധിക്കും, ഞാൻ അത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയാണ്, ഞാൻ സുഖിയാണ്, ഞാൻ എല്ലാം തികഞ്ഞവനും ബലവാനും സന്തുഷ്ടനും സമ്പന്നനുമാണ്, കുലീനരായിട്ടുള്ള ബന്ധുക്കൾ എനിക്കുണ്ട്, ഞാൻ കുലീന കുടുംബത്തിലത്തെയാണ്, എന്നോളം ശക്തിമാനും സന്തോഷവാനുമായിട്ട് സംതൃപ്തനുമായിട്ട് ആരുണ്ട്? ഞാൻ യാഗങ്ങൾ അനുഷ്ഠിക്കും, ദാനം ചെയ്യും, ഞാൻ സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും എന്നെല്ലാമാണ് ഇവര് അജ്ഞാനത്താൽ വ്യാമോഹിതരായിട്ട് ചിന്തിക്കുന്നത്. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചൗ തേ അനേക ചിത്ത വിഭ്രാന്ത, അവര് ഇത്തരത്തിൽ അനേകം മനോരഥങ്ങൾ വിഭ്രാന്തി മാതിരിയായിട്ട്, ഈ മനോരഥങ്ങൾ കാരണം അതിൽ മുഴുകിയിട്ട് വിഭ്രാന്തരാവുക, ഭ്രമിച്ചുകൊണ്ടാവുക ആയിട്ട്, മോഹജാല സമാവൃത, മോഹങ്ങളാകുന്ന വലയിൽ പെട്ടിട്ട്, ആ മോഹത്തിൻ്റെ വലയിൽ പെട്ടിട്ട് ആ മോഹത്തിൻ്റെ വലയിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ അവർക്ക് പറ്റില്ല. കാമഭോഗേഷു പ്രസക്ത, കാമഭോഗങ്ങളിൽ ആസക്തരായിട്ട്, അശുചൗ നരകേ പതന്തി, അശുചരായിട്ട്, അപവിത്രരായിട്ട്, കാരണം അവരുടെ മനസ്സേ അപവിത്രമാണ്, പിന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അപവിത്രമായിരിക്കും. അപ്പം അവർ ആ ജന്മമേ അപവിത്രമായി, അതോടുകൂടി അവർക്ക് നരകത്തിൽ വീഴേണ്ടി വരും. അനേകം പ്രാവശ്യം നിമ്ന യോനികളിൽ പക്ഷി മൃഗാദികളായിട്ട് അവർക്ക് ജനിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് വലഞ്ഞും വ്യാമോഹത്തിൻ്റെ വരയിൽ കുടുങ്ങിയിട്ടും ഇന്ദ്രിയ സുഖങ്ങളിൽ അത്യാസക്തരായിട്ട് അവർ നരകത്തിൽ ചെന്ന് വീഴുന്നു എന്നാണ് ഭഗവാൻ പറയണത്. കാരണം ഇങ്ങനത്തെ ആസുരിക സ്വഭാവത്തിൽ ലോഭിക്ക് എത്ര സമ്പത്ത് കിട്ടിയാലും അവർക്ക് മതിയാവില്ല, അല്ലേ, അതിനൊരു അവസാനം കാണില്ല. അപ്പം ഇനിയും വേണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നിന്ന് അവർക്ക് മോചനം ഒരിക്കലും കിട്ടില്ല. അതന്നെയാണ് വല. ആ വലയിൽ കടന്നിട്ട് തന്നെയാണ് അവർ ഇങ്ങനെ ബന്ധനസ്ഥരാവണത്. ആത്മസംഭാവിത സ്തബ്ധ ധനമാനമദാന്വിത യജന്തേ നാമയജ്ഞസ്തേ ദമ്പേന വിധിപൂർവകം. ആത്മസംഭാവിത സ്തബ്ധ, ആത്മസംഭാവിത സ്വയം സംപ്രീതരായിട്ട്, ആത്മസംതൃപ്തരാണ് എന്നവരങ്ങോട്ട് തീരുമാനിച്ചു. അവർ സ്വയത്തിൽ അങ്ങനെ എന്താ പറയണ്ട, ആത്മപ്രശംസികളായിട്ട് സ്വന്തത്തിനെ ഇങ്ങനെ ഞാൻ എൻ്റെ ഇതുണ്ട്, എൻ്റെ അതുണ്ട്, ഞാൻ വളരെ സന്തോഷവാനാണെന്നിങ്ങനെ സ്വയത്തിനെ ഇങ്ങനെ പ്രശംസിച്ചും കൊണ്ട് സ്തബ്ധരായിട്ട്, അഥവാ സ്തബ്ധരാവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ധിക്കാരികളാവുക. ആരോടും അവർ ഒന്ന് മൃദുലമായിട്ട് സംസാരിക്കാൻ തയ്യാറാവില്ല. എല്ലാവരോടും അഹങ്കാരത്തിലാണ് അവർ സംസാരിക്കുള്ളൂ. ധനമാനമദാന്യം, ധനം അഭിമാനം ഇവയിൽ അഹങ്കരിച്ചവരായിട്ട് തേ ദംഭേന അവിധിപൂർവകം നാമയജ്ഞേ യജന്തി തേ, അവര് ദമ്പ് കാരണം ഗർവ് കാരണം ലോകത്തിനെ കാണിക്കാൻ വേണ്ടി മാത്രം, ആൾക്കാരുടെ പ്രശംസ കിട്ടാൻ വേണ്ടി മാത്രം, അവിധിപൂർവകം വിധിപ്രകാരമല്ലാതെ നാമയജ്ഞമല്ല, ഇവിടെ നാമത്തിന് വേണ്ടിയിട്ട്, പേരിന് വേണ്ടി മാത്രം, പ്രശംസ കിട്ടാൻ വേണ്ടി മാത്രം യജ്ഞങ്ങൾ ചെയ്യണം. കാരണം വിധിപ്രകാരമല്ലാത്ത യജ്ഞത്തിനെ ഭഗവാൻ സ്വീകരിക്കില്ല. അത് വെറുതെ ഒരു പ്രോഗ്രാമായി മാത്രം മാറും, അത് ഭഗവാൻ സ്വീകരിക്കില്ല.
അങ്ങനെ അവർ യജിക്കണു എന്നാണ് പറയുന്നത്. അപ്പം ആത്മപ്രശംസികളായിട്ട്, ആരെയും വകവയ്ക്കാതെ നിഷേധികളായിട്ട്, സ്വയം അഹങ്കാരികളുമായിട്ട് ഈ ആസുരിക സ്വഭാവക്കാര് സമ്പത്ത്, ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായിട്ട് അഹങ്കാരത്തോടെ ചിലപ്പോഴൊക്കെ അവർ ദൈവിക ആ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും. ഒരു യജ്ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ വൈദികമായിട്ടുള്ള വിധിയൊന്നും അവരനുസരിക്കില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടപ്രകാരം അവനവന് തോന്നിയ മാതിരി അവർ ആ വൈദിക വിധികൾ ചെയ്യും, അല്ലെങ്കിൽ ആ യജ്ഞം ചെയ്യും. പക്ഷെ അതിൽ ശാസ്ത്രത്തിൽ പറഞ്ഞ മാതിരിയുള്ളതാവില്ല അവർ ചെയ്യുക. അങ്ങനെ പേരിനും പ്രശംസയ്ക്കും വേണ്ടി മാത്രം അവർ യജ്ഞങ്ങൾ അനുഷ്ഠിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിത മമാത്മപരദേഹേഷു വൃദ്ധിഷന്ത്യോഭ്യസൂയകാം. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു അല്ലേ. മിഥ്യാഹങ്കാരം, ശരീരബലം അല്ലെങ്കിൽ ബന്ധുബലം, ധനബലം, ഇതിനെങ്ങനെ പ്രദർശിപ്പിക്കുക അവർ. പിന്നെ ഗർവം, പിന്നെ കാമം, ക്രോധം, സംശിത, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ട് അവർ അഭ്യസൂയക അസൂയാലുക്കളായിട്ട് എന്ന് പറഞ്ഞാൽ അന്യനെ നിന്ദിക്കുന്നവരായിട്ട്, എപ്പോഴും അന്യനെ നിന്ദിച്ചു കൊണ്ടേയിരിക്കും അവർ. ആത്മപരദേഷു മാം പ്രദ്യുഷന്ത. എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപമാണ് അല്ലേ, ഭഗവാന്റെ അംശമാണോ എല്ലാ ജീവജാലങ്ങളിലും. അപ്പം സ്വന്തത്തിനെ എങ്ങനെ ആത്മപ്രശംസ ചെയ്ത് അല്ലെങ്കിൽ സ്വന്തത്തിനെ എങ്ങനെ പാപങ്ങളിൽ എപ്പോഴും ലിപ്തമാക്കി വെച്ചാൽ തന്നെ ആ ആത്മാവിനെ ദ്രോഹിക്കുകയാണത് അല്ലേ. അതേമാതിരി അന്യജീവജാലങ്ങളെ ഇങ്ങനെ നിന്ദിക്കുക അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുക ചെയ്താൽ ആ ജീവനെയും അവർ ദ്രോഹിക്കുകയാണ്. അപ്പം എല്ലാ ജീവജാലങ്ങളുടെയും സ്വന്തത്തിൻ്റെയും ഉള്ളിലുള്ള ആ ആത്മാവിനെ, അഥവാ ഞാനായിട്ടുള്ള, ഭഗവാൻ പറയാണ്, ഞാനായിട്ടുള്ള ആ ആത്മാവിനെ അവൻ വളരെയധികം ദ്വേഷിക്കണു, അതിനെ ഉപദ്രവിക്കണു. ആസുര സ്വഭാവികളായിട്ടുള്ളവർക്ക് മിഥ്യാഹങ്കാരം, ബലം, ഗർവം, കാമം, ക്രോധം ഇവയാൽ അവരെ സംഭ്രാന്തരായിട്ട് തങ്ങളുടെയും അന്യരുടെയും ശരീരങ്ങളിൽ കുടികൊള്ളുന്ന ആ പരമദിവ്യ ഉത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ ഇർഷാലുക്കളായി തീർന്ന് ശരിയായിട്ടുള്ള ആ ധർമ്മത്തിനെ പഴിക്കുന്നു. ശരിയായിട്ട് നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുള്ള ധർമ്മത്തിനെ പഴിക്കണു. അവനവൻ്റെ ഇഷ്ടപ്രകാരം ചില ധർമ്മങ്ങളെ അവർ അനുഷ്ഠിക്കണു. അപ്പോൾ ഈശ്വരാംശമായിട്ടുള്ള ജീവനെയും അവർ എപ്പോഴും പഴിച്ചു കൊണ്ടിരിക്കണു, ദ്വേഷിച്ചു കൊണ്ടിരിക്കണു എന്നാണ് ഭഗവാൻ പറയുന്നത്. താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമി അജസ്രം അശുഭാൻ ആസുരീഷേവ യോനിഷു. ദ്വിഷത ക്രൂരാൻ നരാധമാൻ. ദ്വിഷത എന്ന് പറഞ്ഞാൽ ദ്വേഷിക്കുന്നവരായിട്ട്, നിന്ദിക്കുന്നവരായിട്ട്, അസൂയാലുക്കളായിട്ട്, ക്രൂരാൻ നരാധമാൻ ദുർബുദ്ധികളും ക്രൂരന്മാരുമായിട്ടുള്ള നരാധമന്മാരായിട്ട്, അശുഭാൻ താൻ അശുഭരായിട്ട് എന്ന് പറഞ്ഞാൽ അശുഭ കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് അവരെ അഹം അജസ്രം ഞാൻ എന്ത് ചെയ്യണു, അഥവാ ഭഗവാൻ പറയണം, ഞാൻ എന്ത് ചെയ്യണു, അജസ്രം വീണ്ടും വീണ്ടും അനവരതം സംസാരേഷു ആസുരീഷു യോനിഷു ക്ഷിപാമി. ആ സംസാരത്തിൽ, ഭൗതിക ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ജീവിത സംസാര സാഗരത്തിലേക്ക് അവരെ ഞാൻ വീണ്ടും വീണ്ടും ആസുരികളായിട്ടുള്ള യോനികളിൽ നിക്ഷേപിക്കണു. ക്ഷിപാമി എന്ന് പറഞ്ഞാൽ അവർ ആ യോനികളിലേക്ക് അവർക്ക് ജന്മം കൊടുക്കണു. ആ പക്ഷി മൃഗാദികളായിട്ടുള്ള അല്ലെങ്കിൽ ചുരുത്ത വിഭാഗങ്ങളിലുള്ള മനുഷ്യരായിട്ട് ആദിവാസികളെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ചില കാട്ടാളന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ പച്ചയ്ക്ക് തന്നെ മൃഗങ്ങളെയൊക്കെ പിടിച്ച് തിന്നുക, ഇത്രയും വലിയ കാട്ടാളന്മാരായിട്ടൊക്കെ ഉള്ള അത്ര ക്രൂരന്മാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ജന്മം കൊടുക്കും ഞാൻ അവർക്കെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഈർഷാലുക്കളും ദുർബുദ്ധികളുമായിട്ടുള്ള ഈ മനുഷ്യ അധമന്മാരെ ഭൗതിക ജീവിത സാഗരത്തിലെ ആസുരയോനികളിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നു. അവർക്ക് ഒരിക്കലും മോക്ഷത്തിനുള്ള ഒരു വഴി പോട്ടെ, അവർക്ക് സ്വർഗത്തിൽ പോലും പ്രവേശനം കിട്ടില്ല എന്നാണ് ഭഗവാൻ പറയണത്. ആസുരീയോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്യതമാഗതിം. ഹേ കൗന്ദേയ, അസുരീം യോനിം ആപന്ന, ആസുരീ യോനികളെ പ്രാപിച്ചവരായിട്ട്, ജന്മനി ജന്മനി മൂഢ,
ജന്മം ജന്മം തോറും ഈ മൂഢാത്മാക്കള് എന്താണ് മാം അപ്രാപ്യ, മൂഢാത്മാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്ഞാനികളായിട്ടുള്ളത് അല്ലെങ്കിൽ അധമരായിട്ടുള്ളവര് എന്നെ അവർക്ക് പ്രാപിക്കാൻ സാധിക്കില്ല. തഥാ അധമാം യാന്തി, അവർ അധമഗതിയില് അല്ലെങ്കിൽ അധോഗതിയിലേക്ക് നരകങ്ങളിലേക്ക് അവര് പോകുന്നു. യാന്തി, അതിനെ പ്രാപിക്കുന്നു. അപ്പൊ ഹേ കുന്തിപുത്ര, ആസുര ജീവ ഗണങ്ങളിൽ അനേകം തവണ ജന്മമെടുത്ത ശേഷവും ഇത്തരക്കാർ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് എത്തില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം അവർക്ക് എത്രത്തോളം ജന്മങ്ങളുണ്ട് അത്രത്തോളം അവർ ദുഷ്കർമ്മങ്ങളെ ചെയ്യുള്ളൂ. എന്നിട്ട് എങ്ങനെ അവർക്ക് ഭഗവാനെ പ്രാപ്തി ചെയ്യാൻ സാധിക്കും? ക്രമേണ അധികം നീചങ്ങളായ തലങ്ങളിലേക്ക് അവർ താഴ്ത്തപ്പെടുകയും ചെയ്യും എന്നാണ് ഭഗവാൻ പറയുന്നത്. ത്രിവിധം നരകസ്വേദം ദ്വാരം നാശനമാത്മന കാമക്രോധസ്തഥാ ലോഭ തസ്മാദേതത്രയം ത്യജേത്. ഇനി നരകത്തിലേക്ക് ഷോർട്ട് കട്ടാണ് ഭഗവാൻ പറയണത്. ഇതാ നരകത്തിലേക്ക് ഒരു 3 വാതിലുകളുണ്ട്. ഏതാ? കാമം, ക്രോധം, തഥാ ലോഭം. ഈ 3 വാതിലിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ വേഗത്തിൽ നരകത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ കാമം, ക്രോധം, അപ്രകാരം തന്നെ ലോഭം, ഈ ത്രിവിധം 3 വിധമായിട്ടുള്ള നരകസ്യ ദ്വാരം, ഇത് ഈ 3 നരകത്തിന്റെ വാതിലാണ്. ആത്മനനാശനം തസ്മാത് ഏതത്രയം ത്യജേത്, ആത്മാവിനെ നാശം ആക്കുന്നതാണ്. ഈ നരകത്തിൽ പോയി ആത്മാവിന് ഒരു പുഷ്ടിയൊന്നും വരില്ല, അല്ലേ? നശിക്കുകയുള്ളൂ. കാരണം അത് നിമ്നമായിട്ടുള്ള യോനികളിൽ പിന്നെ ജനിക്കേണ്ടി വരും. അതുകൊണ്ട് ആത്മാവിന് നാശം നേരിടരുതെങ്കിൽ അവരെന്ത് ചെയ്യണം? ഏതത്രയം ത്യജേത, ഈ 3നെയും അവർ ത്യജിക്കണം. ആര്? സാധകരായിട്ടുള്ളവല്ല, അല്ലെങ്കിൽ എല്ലാ ജീവജാല മനുഷ്യരല്ല. നരകത്തിന് 3 വാതിലുകളാണ് ഉള്ളത്. കാമം, ക്രോധം, ലോഭം. ബുദ്ധിയുള്ള എല്ലാവരും അഥവാ വിവേകമുള്ള എല്ലാവരും ഇതിനെ ഉപേക്ഷിക്കണം. കാരണം അവ ആത്മാവിനെ അധോഗതിയിലേക്ക് കൊണ്ടുപോകും. ഏതേർവിമുക്ത കൗന്ദേയ തമോദ്വാരേ ശ്രീഭിർനര ആചരത്യാത്മന ശ്രേയസ്തതോ യാതി പരാംഗതിം. ഹേ കൗന്ദേയ, അല്ലയോ കുന്തിപുത്രനായിട്ടുള്ള അർജുന, ഏതൈ ത്രിഭി തമോദ്വാരേ, ഈ 3 തമോദ്വാരങ്ങൾ അഥവാ തമോ ഗുണികളായിട്ടുള്ള വാതിലുകളിൽ നിന്ന് വിമുക്തനായിട്ട് നര ആത്മന ശ്രേയ ആചരതി, മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ ശ്രേയസ്സിനായിട്ടുള്ള കാര്യങ്ങളെ അനുഷ്ഠിക്കണം. തഥാ പരാഗതിയും യാതി, അപ്പോഴാണ് എന്താ കിട്ടുക? പരമമായിട്ടുള്ള ഗതിയെ, മോക്ഷത്തിനെ പ്രാപിക്കാൻ സാധിക്കുക. അപ്പൊ കുന്തിപുത്ര, ഈ 3 നരകദ്വാരങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചവർ ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്ത് ക്രമേണ പരമപദത്തിലെത്തും. ഇപ്പൊ ശ്രവണം, കീർത്തനം, സ്മരണം, ആ നവതാഭക്തി ആയിക്കോട്ടെ, അതുമാതിരി ദാനം, ദയ, 30 ഗുണങ്ങളെ ഭാഗവതം പറഞ്ഞു, 26 ഗുണങ്ങളെ ഇവിടെ ഭഗവാൻ പറഞ്ഞു. അപ്പം ഇതിലത്തെ പതുക്കെ ഓരോന്നായിട്ട് എല്ലാ ഗുണങ്ങളും ഒന്നിച്ചില്ലെങ്കിലും പതുക്കെ ഓരോന്നിനെ പ്രാപ്തി ചെയ്തിട്ട് ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം ഭഗവത് പ്രാപ്തി നേടാൻ ആ വ്യക്തിക്ക് സാധിക്കും എന്നാണ് ഭഗവാൻ പറയണത്. യശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരത ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാഗതിം. യാ ശാസ്ത്രവിധി മുത്സൃജ്യ, യാതൊരാളാണോ ശാസ്ത്രവിധിയെ അഥവാ വേദത്തിൽ പറഞ്ഞ വിധികളെ ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട് കാമകാരത, യഥേഷ്ടം അവനവൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവനവൻ്റെ ആ ഇച്ഛകൾക്കനുസരിച്ചിട്ട് വർത്തതയെ പ്രവർത്തിക്കുന്നത്, സ സിദ്ധിം ന അവാപ്നോതി, അവൻ ഒരിക്കലും സിദ്ധി അഥവാ മോക്ഷത്തിനെ പ്രാപിക്കുന്നില്ല. സുഖം ന പരാഗതിം ന പ്രാപ്തി, അവന് സുഖമോ അല്ലെങ്കിൽ അവന് പരമമായ ഗതി മോക്ഷമോ അവന് കിട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. വേദോക്തമായ ധർമ്മത്തിൽ അടിയുറച്ച നിയമങ്ങളെ അനുസരിക്കാതെ തന്നിച്ഛ പ്രകാരം ഓരോ കാര്യങ്ങൾ, അത് യജ്ഞം തന്നെയാണെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ശാസ്ത്രവിഹിതങ്ങളായ ആ വചനങ്ങളെ അല്ലെങ്കിൽ വേദവചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണത അഥവാ മോക്ഷം കിട്ടില്ല. ആ പരമലക്ഷ്യപ്രാപ്തി എന്തിന് ഒരു വളരെ സാധാരണയായിട്ടുള്ള ഒരു സുഖം പോലും, മനസ്സുഖം പോലും അവർക്ക് കിട്ടാൻ സാധിക്കില്ല, നേടാൻ പറ്റില്ല എന്നാണ് ഭഗവാൻ പറയണത്. തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യവ്യവസ്ഥിതൗ
ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തും ഇഹാർഹസി തസ്മാത് കാര്യകാര്യവ്യവസ്ഥിതോ. അതുകൊണ്ട് കാര്യം അഥവാ ചെയ്യേണ്ടതെന്ത്, അകാര്യമേത്, ചെയ്യാൻ പാടില്ലാത്തതേത് എന്ന് മനസ്സിലാക്കിയിട്ട് തേ ശാസ്ത്രം പ്രമാണം നിനക്ക് ശാസ്ത്രം പ്രമാണമാക്കിയിട്ട് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, വേദത്തിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ പ്രമാണമായി എടുക്കേണ്ടത്. അതിനെയാണ് നമ്മൾ അടിസ്ഥാന തത്വമായിട്ട് മനസ്സിലാക്കേണ്ടത്. ശാസ്ത്രവിധാനോക്തം, ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന വിധിയെ ജ്ഞാത്വാ, അതറിഞ്ഞിട്ട് ഇഹ കർമ്മ അർഹസി, ഇവിടെ കർത്തും അർഹസി, ഇവിടെ കർമ്മം ചെയ്യാൻ നീ അർഹിക്കുന്നു. പറഞ്ഞാൽ നീ അതിന് ഉത്തരവാദിയാണ്. അത് നീ ആ കർമ്മം ചെയ്തേ നിനക്ക് പറ്റുള്ളൂ. അപ്പം ഇതിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ആ വിധി അനുസരിച്ചിട്ട് വേണം ഓരോരുത്തരും കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ശാസ്ത്ര അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം. ഈ നിബന്ധനകൾ പഠിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ. നന്നായി പഠിച്ചതിൻ്റെ ശേഷം മാത്രമാണ് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതുമൂലം അപ്പോഴാണ് ഉന്നതി പ്രാപിക്കാൻ സാധിക്കുള്ളൂ, ലക്ഷ്യപ്രാപ്തി കിട്ടുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി ഈ 16-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു സമ്മറി ആയിട്ട് ഒന്ന് മനസ്സിലാക്കാം. 16-ാമത്തെ അധ്യായം ദേവാസുര സമ്പത്തുകളെ അഥവാ ഗുണങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സമ്പത്ത് അവരവരുടെ ഗുണം അഥവാ സ്വഭാവമാണല്ലോ. താൻ സമുദായത്തിനോ സമുദായം തനിക്കോ ഒരു ഭീഷണിയാവാതിരിക്കലാണ് ഒന്നാമത്തെ ദൈവിക ഗുണം. സ്വഭാവശുദ്ധി, അധ്യാത്മജ്ഞാനം നേടാനുള്ള നിഷ്ഠ, ദാനം ചെയ്യാനുള്ള മനസ്ഥിതി, മനോനിയന്ത്രണം, യജ്ഞം, വേദപഠനം, തപസ്, ഇവയിൽ രുചി, സ്വഭാവലാളിത്യം, അഹിംസ, സത്യനിഷ്ഠ, കോപമില്ലായ്മ, ത്യാഗശീലം, ശാന്ത സ്വഭാവം, പരനിന്ദയിൽ ദ്വേഷം എന്ന് പറഞ്ഞാൽ പരനിന്ദ ചെയ്യാൻ ഇഷ്ടപ്പെടാതിരിക്കുക, ദുരാഗ്രഹമില്ലായ്മ, എല്ലാ ജീവജാലങ്ങളോടും ദയ, കാരുണ്യം, ലോഭമില്ലായ്മ, മൃദുലമായ പെരുമാറ്റം, വിനയം, മനചാഞ്ചല്യമില്ലായ്മ, തേജസ്, ക്ഷമാശീലം, സഹനശക്തി, ബാഹ്യ ആന്തരിക ശുചിത്വം, ആരോടും അസൂയ തോന്നാതിരിക്കൽ, ബഹുമതികൾ നേടാനുള്ള ആഗ്രഹമില്ലായ്മ തുടങ്ങിയ 26 ഗുണങ്ങളെ ദേവഗുണങ്ങൾ അഥവാ ദൈവിക ഗുണങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ ദേവലോകത്ത് അത് മോക്ഷത്തിന് വരെ എത്തിക്കാൻ പറ്റിയ ഗുണങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ഗർവം, അഹങ്കാരം, ദുരഭിമാനം, ക്രോധം, പരുഷമായ പെരുമാറ്റം തുടങ്ങിയവ അജ്ഞാനവും ആസുരിക സ്വഭാവവുമാണ്. ദൈവിക ഗുണങ്ങൾ മുക്തിക്ക് കാരണവും ആസുരിക ഗുണങ്ങൾ നരകത്തിന് കാരണവുമാണ്. ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളും ഈ 2 വിഭാഗത്തിൽ, ഏത് ആസുരിക ഗുണങ്ങളിലും ദൈവിക ഗുണങ്ങളിലും പെടുന്നു. ആസുരിക ഗുണമുള്ളവർക്ക് ചെയ്യേണ്ടത് എന്താണെന്നും ചെയ്തു കൂടാത്തത് എന്താണെന്നും അറിയില്ല. ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയോ അന്യരോട് നല്ല പെരുമാറ്റമോ ഇവരിൽ നിന്നും ഉണ്ടാവില്ല. ഇവർ നിരീശ്വരവാദികളും ജീവജാലങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണം കാമവാസനയുമാണെന്ന് തർക്കിക്കുന്നു. അല്പബുദ്ധികളും ആത്മനാശം നേരിട്ടവരുമായ ഇവർ ലോകനാശത്തിന് കാരണമായ കൊടും ക്രൂര കർമ്മങ്ങൾ ചെയ്യുന്നു. ഡംഭ, ദുരഭിമാനം, അടക്കാനാവാത്ത കാമവാസന, ഇതെല്ലാം കാരണം ഇവർ സദാ ദുഷ്കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, ദുഷ്കർമ്മ നിരതരായിരിക്കും. ഇന്ദ്രിയ തൃപ്തിയാണ് ജീവിത ലക്ഷ്യം എന്ന് കരുതുന്ന ഇക്കൂട്ടർ അതിനായി എന്ത് അധർമ്മം ചെയ്തും ധനം സമ്പാദിക്കുന്നു. അവരുടെ വ്യാപാരങ്ങൾ എങ്ങനെയാണ്? ഞാൻ ഇത്ര സമ്പാദിച്ചു, ഭാവിയിൽ ഞാൻ ഇനി ഇതിൻ്റെയും എത്രയോ ഇരട്ടി സമ്പാദിക്കും, ഞാൻ ഇന്ന് ഈ ശത്രുവിനെ വധിച്ചു, ഭാവിയിൽ ഞാൻ വേറെയും ധാരാളം ശത്രുക്കളെ വധിക്കും, ഞാൻ ഇതിനെല്ലാം യജമാനാണ്, ഞാൻ കുലീനനാണ്, ബലവാനാണ്, ധനാഢ്യനാണ്, എന്നെപ്പോലെ ആരുമില്ല എന്നെല്ലാം ജൽപ്പനം ചെയ്യുന്ന ഇവർ ലോകരെ കാണിക്കാനും പ്രശംസ നേടാനും യജ്ഞങ്ങൾ ചെയ്യും. പക്ഷേ ഇക്കൂട്ടർ ചെന്നെത്തുന്നത് നരകങ്ങളിലായിരിക്കും. ധർമ്മത്തെയും ഈശ്വരനെയും നിന്ദിക്കുന്ന ഇക്കൂട്ടർ കൂടുതൽ നിമ്ന യോനികളിൽ ജനിക്കുന്നു. അതിനാൽ ബുദ്ധിമാനായ വ്യക്തി നരകത്തിൻ്റെ കവാടങ്ങളായിട്ടുള്ള കാമ, ക്രോധ, ലോഭങ്ങളെ ത്യജിക്കണം. അതിനാൽ സാധകരായവർ, ഭക്തരായവർ നരക കവാടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വിധി നിഷേധങ്ങളെ അനുസരിച്ച് ധർമ്മത്തിന് ഉതകുന്ന വേദോക്ത കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നവതാഭക്തി മാർഗത്തിലൂടെ മുന്നേറി ആത്മസാക്ഷാത്കാരം പ്രാപിക്കാൻ
പ്രയത്നിക്കണം. ഓം നമോ ഭഗവതേ വാ